നമസ്കാരം. യുദ്ധം 14ാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ഇതുവരെ ഇല്ലാത്ത ഒരു വലിയ ഭീഷണി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ആ തെമ്മാടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാമെന്നാണ്. അത്ര ശക്തമായ മാരകമായ ഒരു ആക്രമണം ഇന്നുണ്ടാകുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. അതുമായി ബന്ധപ്പെട്ട് ചില ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങൾ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ആ ബോംബർ വിമാനങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ നിറക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതായത് പർവ്വത നിരകൾക്കടിയിലുള്ള മിസൈൽ സിറ്റികളെ ആക്രമിക്കണം, ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കണം, അതുപോലെ തന്നെ ഇറാനിലെ ഭൂഗർഭ അറകളെ ആക്രമിക്കണം. ഇതൊക്കെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ശക്തമായ ഒരു ആക്രമണം ഉണ്ടാകും എന്ന് തന്നെ ട്രംപ് ഉറപ്പിച്ചു പറയുന്നു. ചില ചിത്രങ്ങൾ ഇവിടെ പുറത്തു വിട്ടിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ഈ വലിയ ബോംബുകൾ നിറക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്നാലും ഇത്തരത്തിലൊരു ഭീഷണി ഉയർന്നു വന്ന സമയത്ത് ഇറാന്റെ ഭാഗത്തു നിന്ന് അതുക്കും അപ്പുറത്തുള്ള ഒരു ഭീഷണി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇത് ഇറാനല്ല ഈ ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇറാൻ സാധാരണ രീതിയിൽ പറയാറില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാറ് പതിവുണ്ട്. ഇത് അമേരിക്കയിലെ FBI എന്ന് പറയുന്ന, അതായത് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന അവിടുത്തെ നമ്മുടെ CBI പോലൊക്കെയുള്ള ഒരു സംവിധാനം, അവരിവിടെ കാലിഫോർണിയ പോലീസിന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഇറാന്റെ അടുത്ത ഡ്രോൺ അറ്റാക്ക് അമേരിക്കക്കുള്ളിലേക്കാണ് നടക്കാൻ പോകുന്നത് എന്നതാണ് മുന്നറിയിപ്പ്. വലിയ ഒരു ജാഗ്രത ഇപ്പോൾ അമേരിക്കക്കകത്തുണ്ട്. കടൽ തീരത്ത് ഉള്ള ഏതോ ഒരു കപ്പലിൽ നിന്ന് ഡ്രോണുകൾ വിക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇറാൻ ആരംഭിച്ചു എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പ്. അതായത് ഇവിടെ കാലിഫോർണിയ ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് പറഞ്ഞിരിക്കുന്നത് ഭയം വേണ്ട, ജാഗ്രത മതി എന്നുള്ളതാണ്. കോവിഡ് കാലത്തൊക്കെ നമ്മുടെ നാട്ടില് അത്തരത്തിലുള്ള ഡയലോഗൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അമേരിക്കയും ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഇസ്രായേലികളോടും അതുപോലെ തന്നെ ഗൾഫ് മേഖലകളിലൊക്കെയുള്ള ആളുകളോടൊക്കെ പറഞ്ഞത് ഭയം വേണ്ട, ജാഗ്രത മതി എന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ല. അമേരിക്കയിലെ ഒരു അന്വേഷണ ഏജൻസി ഇപ്പോൾ അമേരിക്കയിൽ കാലിഫോർണിയ പോലീസിന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു. ഇറാൻ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അമേരിക്കയിലേക്ക് തന്നെ അടുത്ത ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഡ്രോൺ ആക്രമണമാകാനാണ് സാധ്യത. എന്തായാലും ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാനുമായി കഴിഞ്ഞ സമയത്ത് ഉത്തര കൊറിയയുടെ ഭരണാധികാരി കിം ജോങ് ഉൻ ഒപ്പം നിന്നു, മിസൈൽ സാങ്കേതിക വിദ്യ കൈമാറി, അതുപോലെ തന്നെ ചില മിസൈലുകൾ കൈമാറി എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ ഒരു സമയത്ത് തന്നെ അമേരിക്ക അപകടം മണത്തിരുന്നു. അല്ലെങ്കിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട് അമേരിക്ക ആവശ്യമില്ലാതെ ഇറാനെയും അതുപോലെ ഇറാനോടൊപ്പം നിൽക്കുന്ന സംഘങ്ങളെയും ഒക്കെ ആക്രമിക്കുമ്പോൾ ഉത്തര കൊറിയക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടെടുത്താണ് ഉത്തര കൊറിയ ഈ യുദ്ധമുഖത്തേക്ക് വന്നത്, അല്ലെങ്കിൽ കിം ഈ യുദ്ധമുഖത്തേക്ക് വന്നത്. ആ സമയത്ത് തന്നെ ഉയർന്നു വന്നിട്ടുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശക്തിപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ ഡ്രോൺ അറ്റാക്ക് അടുത്തത് അമേരിക്കയിലേക്കാണ് എന്ന കാര്യം ഏറെക്കുറെ അമേരിക്ക സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇറാൻ അതുമായി ബന്ധപ്പെട്ട ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. എന്തായാലും ചില ആയുധങ്ങളൊക്കെ എടുക്കാനുണ്ട്, ചില നീക്കങ്ങളൊക്കെ നടക്കാൻ പോകുന്നു എന്ന് ഇറാൻ ഇടയ്ക്കിടക്ക് പറയാറുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗൾഫ് മേഖലകളിൽ, ഗൾഫ് രാജ്യങ്ങളിലെ ബേസുകൾ ഉപയോഗിച്ച് ഇവിടെ, അല്ലെങ്കിൽ അവരുടെ യുദ്ധക്കപ്പൽ ഉപയോഗിച്ചൊക്കെ ഈ മേഖലയിലെ രാജ്യങ്ങളെ ആക്രമിക്കുന്നു. ഇസ്രായേലിന്റെ തെമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തെ പൗരന്മാർ സുരക്ഷിതരാണ്, അവരുടെ രാജ്യത്തേക്കാരും ഒരു അറ്റാക്ക് നടത്തില്ല എന്നുള്ള ഒരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. എന്തായാലും ആ ആത്മവിശ്വാസത്തിന്റെ കടക്കലാണ് ഇപ്പോൾ FBI എന്ന് പറയുന്ന ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന അമേരിക്കയിലെ അന്വേഷണ ഏജൻസി തന്നെ കത്തിവച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും മുന്നൊരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.